സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. സർക്കാർ വകുപ്പുകളിലേക്ക് സംയോജിപ്പിച്ചുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇതെല്ലാം സാധ്യമാക്കിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ ഇന്ന് അവലോകന യോഗം ചേർന്നിരുന്നു. ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്. മറ്റൊന്ന്, മകരസംക്രമ പൂജ നാളെ രാവിലെ 8:45-നാണ്. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വശം കൊണ്ടുവരുന്ന നെയ്യാണ് അഭിഷേകം ചെയ്യുന്നത്. അതിനുള്ള പ്രത്യേക ദൂതനായ കന്യയ്യപ്പനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര അതിൻ്റെ 2ാം ദിവസം പിന്നിടുകയാണ്. നാളെ വൈകിട്ട് 3 മണിക്ക് ശരംകുത്തിയിൽ എത്തിച്ചേർന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രതിനിധികളും മറ്റുള്ളവരും ചേർന്ന് സ്വീകരിച്ച് കൊടിമരച്ചൂട്ടിൽ കൊണ്ടുവരും. അവിടെ വെച്ച് ദേവസ്വം മന്ത്രി VN വാസുവിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരും ചേർന്ന് കൊടിമരച്ചൂട്ടിൽ നിന്നും സ്വീകരിച്ച് അത് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. അവിടെ മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് സ്വീകരിച്ച് അവിടെ ഈ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷമാണ് പൊന്നമ്പലം വീട്ടിൽ എല്ലാവരും കാത്തിരിക്കുന്ന മകര ജ്യോതി തെളിയുക. എന്തായാലും നമ്മളൊപ്പം PS പ്രശാന്ത് ഉണ്ട്. ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി ഭക്തർ ഏതാണ്ട് എത്ര ലക്ഷം ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ മകരമഗ്ലക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നാളെ നടക്കാൻ പോകുന്നത്. പൊന്നമ്പലമേട്ടിലെ ജ്യോതി തെളിയുന്നതും കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. ഏതാണ്ട് 2 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഇന്ന് രാവിലെ തന്നെ ADGPയും പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയുണ്ടായി. ഇപ്പോൾ തന്നെ പാണ്ഡിത്താവളത്തും ഈ മേഖലയിലുമൊക്കെ തന്നെ ജ്യോതി ദർശനത്തിനായി ലക്ഷോപലക്ഷം ആളുകൾ പർണശാല ഒരുക്കി വിരിവെച്ച് കഴിഞ്ഞു. അപ്പം അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരവും അവർ കരിയിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. മറ്റ് ചുക്കുവെള്ളമായാലും ലഘുഭക്ഷണമായാലും ഒക്കെ യഥേഷ്ടം അവർക്ക് വിതരണം ചെയ്യുകയാണ്. അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് നമ്മൾ ഒരുക്കാതിരുന്നാൽ അവരവിടെ പാചകം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് കർത്തവ്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി ഈ ദർശനം കഴിഞ്ഞ് താങ്കൾ പറഞ്ഞതുപോലെ 6:30-ക്ക് നമ്മുടെ തിരുവാഭരണം ഭഗവാന് ചാർത്തുന്നതോടുകൂടിയാണ് മഹാദീപാരാധന. ആ സമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയും. അതേസമയത്ത് ആകാശത്ത് മകരസംക്രമ നക്ഷത്രവും തെളിയും. അപ്പോഴാണ് ഭക്തജനങ്ങൾ പിന്നെ സായുജ്യം തേടി മലയിറങ്ങുന്നത്. ആ മലയിറങ്ങുന്നൊരു സന്ദർഭം അതൊരു ക്രൂഷ്യൽ മൂവ്മെൻ്റ് ആണ്. 1.5-2 ലക്ഷം ആളുകൾ ഒരുമിച്ച് ഒന്നായിട്ടാണ് സന്നിധാനത്തു നിന്നും പമ്പയിലേക്ക് ഇറങ്ങുന്നത്. ആ ഒരു പോയിന്റിൽ നമ്മൾ വളരെ സുരക്ഷിതത്തോടുകൂടി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മളൊരു ശ്രദ്ധയോടുകൂടി എല്ലാ ഭക്തജനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി സ്വയം നിയന്ത്രിച്ചുകൊണ്ടുകൂടി മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് അപകടങ്ങൾ ഉണ്ടാതിരിക്കാൻ പമ്പയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളാണ് പമ്പയിൽ നമ്മളിപ്പോൾ എഴുതിയിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ദൂരദർശൻ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അവിടെ സാധാരണഗതിയിൽ അവിടെ തടഞ്ഞു നിർത്തുന്ന ഭക്തജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ സ്വാമിമാർക്ക്, അതുപോലെ തന്നെ ചോറ് കൊടുക്കുവാൻ വേണ്ടി വരുന്ന അമ്മമാർക്ക് അവർക്ക് കയറിയിരിക്കുവാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. നിങ്ങളാണ് അത് ചൂണ്ടിക്കാണിച്ചത്, ദൂരദർശനാണ്. അപ്പോൾ ആ വാർത്തയെ തുടർന്നാണ് ഇന്നിപ്പോൾ സുസജ്ജമായൊരു സംവിധാനം, ഒരു വിമൻസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ നമ്മളവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു 1000-1200 സ്ക്വയർ ഫീറ്റിൽ ശീതീകരിച്ച മുറിയിൽ ഫീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള എല്ലാവിധമായ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉൾപ്പെടെയുള്ള TV മറ്റ് സംവിധാനങ്ങളും ആഹാരം ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ അവിടെ എത്തുന്ന ആഹാരം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ വാർത്തയെ തുടർന്നാണ് ഈ വർഷം അത് നടപ്പിലാക്കിയത്. അടുത്ത വർഷം അത് സന്നിധാനത്തും നടപ്പിലാക്കണമെന്നാണ്. ഇവിടെ എത്തുന്ന വൃദ്ധരായ അമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വേണ്ടി ഒരു പ്രത്യേക ക്രമീകരണം അതുപോലെ ഇവിടെയും തുടങ്ങണമെന്ന് ഞങ്ങൾ. പമ്പയിലെ മാലിന്യങ്ങൾ കൂടി തടയാൻ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബോധവൽക്കരണമാണ് പ്രധാനമായും ചെയ്യേണ്ടത്. മാലിന്യം എന്ന് പറയുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട മാലിന്യം എന്ന് പറയുന്നത് പമ്പാ നദിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വസ്ത്രങ്ങളാണ്. ആ വസ്ത്രങ്ങൾ ഇപ്പോൾ പഴയതിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ ക്യാമ്പയിനിലേക്ക് പോവുക, നല്ല പരസ്യം കൊടുക്കുക, അങ്ങനെ ഇത് ഉപേക്ഷിക്കുക. പിന്നെ അവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. പുണ്യ നദിയാണ് പമ്പ. ആ പമ്പാ നദിയെ മലിനമാക്കുന്നത് പാപമാണ്. ഭഗവാന്റെ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് പമ്പ. അപ്പോൾ ആ പമ്പാ നദിയോട് വസ്ത്രം ഉപേക്ഷിക്കുന്നത് അതൊരു വലിയ പാപമാണ്. അതുകൊണ്ട് അത്തരം പ്രവൃത്തികളിൽ നിന്ന് ഭക്തജനങ്ങൾ മാറി നിൽക്കണമെന്നാണ് വിനയപൂർവ്വം പറയുവാനുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സ്വയം നിയന്ത്രണമാണ് ആവശ്യം. ഈ മല ഇറങ്ങുമ്പോഴും മല കയറുമ്പോഴും ഒക്കെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് വരുന്നത്. അപ്പം നമ്മളൊരു സ്വയം നിയന്ത്രണം വേണം. അതുപോലെ തന്നെ നാളെ മല കയറുന്നത് അമ്മമാരും കുട്ടികളും ഒക്കെ ഒഴിവാക്കണം എന്നുകൂടെ ഒരു അഭ്യർത്ഥന കൂടി പറഞ്ഞിട്ടുണ്ട്.